രണ്ടാമത്തെ ജുസ് സയഖൂൽ എന്ന് തുടങ്ങുന്ന ജുസ് കുറേ അധികം ആയത്തുകളിലായിട്ട് വിവരിക്കുന്ന കുറേ സംഗതികളുണ്ട്. ഒന്ന് ഖിബില മാറ്റത്തെക്കുറിച്ചാണ്. ഖിബില മാറ്റം ആദ്യം വിവരിക്കുന്നത്, ശേഷം നോമ്പിനെക്കുറിച്ച്, പിന്നെ ഹജ്ജിനെക്കുറിച്ച്, പിന്നെ തലാഖിൻ്റെ മര്യാദകളെക്കുറിച്ച്, പിന്നെ അവസാനത്തിൽ ഇന്നത്തെ ഫലസ്തീൻ സംഭവത്തോട് തീർത്തും സാദൃശ്യമാകുന്നൊരു സംഭവം അന്നുണ്ടായിരുന്നു. അന്നത്തെ മുസ്ലിമീങ്ങളെ അടിച്ചമർത്തിയിരുന്ന ഒരു ജാലൂത്ത് എന്ന് പറയുന്ന ഒരാളെ, അദ്ദേഹത്തെ താലൂത്ത് വധിച്ച സംഭവം. അപ്പം ഡേവിഡ് ആൻഡ് ഗോലിയാത്ത് എന്ന പേരിൽ ബൈബിളിലും അതുപോലെ തന്നെ എല്ലാ മതക്കാർക്കും അറിയുന്നൊരു സംഗതിയാണ്. ഇത് ഈ ജുസ്ഇൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. അപ്പം കുറേ അധികം ആയത്തുകളിലായിട്ട് പറയുന്ന സംഗതി ഈ ഖിബില മാറ്റം, അതുപോലെ തന്നെ നോമ്പിൻ്റെ മര്യാദകൾ, പിന്നെ ഹജ്ജിനെ കുറിച്ചുള്ളത്, തലാഖിൻ്റെ മര്യാദകൾ, പിന്നെ ഈ ദാവൂദ് ജാലൂത്തിൻ്റെ സംഭവം. ഇപ്പോൾ ഖിബില മാറ്റം എന്ന് പറയുമ്പോൾ ഇതിലിത്ര വലിയ സംഗതി എന്ന് വെച്ചാൽ, മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും യഹൂദികളും മാനിക്കുന്ന സ്ഥലമാണ് ബൈത്തുൽ മഖ്ദിസ്, മസ്ജിദുൽ അഖ്സ. കഅബയെ ഈ പറയുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും കാര്യമായിട്ട് ഗൗനിച്ചിരുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിലുണ്ടായിരുന്ന സമയത്ത് കഅബയുടെ തെക്ക് ഭാഗത്തായിട്ട് സൗത്തിലായിട്ട് നിന്നാൽ നേരെ മുമ്പിൽ കഅബയാണ്, അതേ ഡയറക്ഷനിൽ നോർത്തിൽ മസ്ജിദുൽ അഖ്സയുണ്ട്. അപ്പോൾ ഒറ്റ തിരിയലിൽ തന്നെ ഈ രണ്ട് മുമ്പിൽ വരും. എന്നാൽ തങ്ങൾ വടക്ക് ഭാഗത്തുള്ള മദീനയിലേക്ക് ഹിജറ പോയപ്പം രണ്ട് സൈഡിലായി. അത് വടക്കാണ് മദീന ഉള്ളത്, വടക്കാണ് മസ്ജിദുൽ അഖ്സ ഉള്ളത്. ഇപ്പോൾ ഹിജറ ചെയ്ത് മദീനയിലേക്ക് എത്തിയ സമയത്ത് തെക്ക് ഭാഗത്ത് തിരിയാണെങ്കിൽ ഒന്നുകിൽ കഅബ, വടക്ക് ഭാഗത്ത് തിരിയാണെങ്കിൽ മസ്ജിദുൽ അഖ്സ. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലേ. ഇനി ഒന്ന് തീരുമാനം എടുത്തേ പറ്റൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആഗ്രഹം കഅബയിലേക്ക് തിരിയാനാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിതതാണ്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി ആക്കിയ സ്ഥലമാണ്. ആ പരമ്പരയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അപ്പോൾ ഈ പരമ്പര, അതുപോലെ തന്നെ വംശീയത, ലോഗോ, ഈഗോ, ഇതൊക്കെ അന്നും ഇന്നും വലിയ കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കുള്ള വലിയൊരു വെറുപ്പിൻ്റെ കാരണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ രണ്ട് മക്കൾ, ഒന്ന് ഇസ്മായിൽ, ഒന്ന് ഇസ്ഹാഖ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽ നബി തങ്ങൾ വന്നു. ഇസ്ഹാഖിൻ്റെ മകൻ യാക്കൂബ്, അദ്ദേഹത്തിൻ്റെ വേറൊരു പേരാണ് ഇസ്രായേൽ. ഇസ്രായേൽ സന്തതികളുടെ പരമ്പരയിലാണ് മൂസാ നബിയും ഈസാ നബിയും വന്നത്. അവരുടെ അനുയായികൾ പിൽക്കാലത്ത് അത് മാറ്റിമറിച്ച ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ ആ പരമ്പരയിലുള്ളവരാണ്. അപ്പോൾ അവസാനത്തൊരു നബി വരുമെന്ന് പ്രതീക്ഷിച്ചപ്പം നൂറുകണക്കിന് നബിമാർ വന്ന ഇതേ പരമ്പരയിൽ വരുന്നവർ കരുതിയിരുന്നു. വന്നത് പരമ്പര മാറിയിട്ടാണ്. ഇപ്പം ഗ്രൂപ്പ് മാറിയുള്ള പ്രസംഗം കേൾക്കാത്തതുപോലെ, ഗ്രൂപ്പ് മാറി വരുന്ന മെസ്സേജ് ഫോർവേഡ് ചെയ്യാത്തതുപോലെ, നമ്മളുടെ ലോഗോ അല്ലെങ്കിൽ നമ്മളുടെ ഈഗോ ഇല്ലാത്ത സ്ഥലത്ത് ആൾക്കാർ പ്രവർത്തിക്കാൻ തയ്യാറാത്തതുപോലെ ഇവർ പറഞ്ഞു ഈ നബി നമ്മൾ അംഗീകരിക്കില്ല, കാരണം നമ്മളെ പരമ്പരയിലുള്ളതല്ല. അത് നല്ല കാര്യമാണ്, ഒരേ കാര്യമാണ്, പക്ഷേ അത് നമ്മളുടെ ഗ്രൂപ്പിൻ്റെതല്ല, അതുകൊണ്ട് നമ്മൾ കേൾക്കില്ല, അംഗീകരിക്കില്ല. ഇത് ഇന്നും മനുഷ്യന്മാർക്കുണ്ട്. ഇത് എന്താണെന്നറിയില്ല, മനുഷ്യ സഹജമായിട്ടുള്ള സംഗതിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് വലിയൊരു പ്രശ്നം ഖുർആനിൽ പറഞ്ഞ, അവർക്ക് സ്വന്തം മക്കൾ അറിയുന്നത് പോലെ അറിയാം ഇതാണ് നബി എന്നറിയാം. കാരണം അത്രയും അടയാളം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞതാണ്. അവർക്ക് പരാജയം ഉണ്ടാകുന്ന സമയത്തൊക്കെ അവർ പറയുമായിരുന്നു, നബി വരാനായിട്ടുണ്ട്, ഞങ്ങൾ തിരിച്ചടിക്കും, നബി വരാനായിട്ടുണ്ട്, ഞങ്ങൾ തിരിച്ചടിക്കും. ആ നബി ഇതാ വന്നിരിക്കുന്നു. നോക്കുമ്പോൾ പരമ്പര മാറിപ്പോയി. ഉദ്ദേശിച്ച ഗ്രൂപ്പിലല്ല വന്നത്, അവരുദ്ദേശിച്ച ലോഗോയിലല്ല ഉള്ളത്. അപ്പോൾ അവരുടെ ഈഗോ വർക്കൗട്ടായി. അവർ നീ നബി നമ്മൾ അംഗീകരിക്കലാണ്. നമുക്കറിയുന്നതൊക്കെ ശരി, അറിയാത്ത പോലെയൊക്കെ നിന്ന് അല്ലദീന ആതൈനാഹുമുൽ കിതാബ് യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഹും, മക്കൾ അറിയുന്നത് പോലെ അവർക്കറിയാം ഇതാണ് നബി എന്നുള്ള കാര്യം. പക്ഷേ അവരുദ്ദേശിച്ചതുപോലെ ആയില്ല എന്നതുകൊണ്ട് അവർ നിഷേധിക്കുകയാണ്. ഈ ഖിബില മാറ്റത്തിലും ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം. മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിയണം. അപ്പോൾ നബി തങ്ങളുടെ മനസ്സിലാഗ്രഹം കഅബയിലേക്ക് തിരിയണം എന്നാണ്. അല്ലാഹു തആല കഅബയിലേക്ക് തിരിയാൻ നിർദ്ദേശം കൊടുത്തപ്പോൾ ഇവർ പറയാൻ തുടങ്ങി, കണ്ടോ ഖിബിലൊക്കെ മാറ്റാൻ തുടങ്ങിയല്ലോ, തോന്നുമ്പോൾ ഓരോ സ്ഥലത്തേക്കാണല്ലോ തിരിയുന്നത്. അപ്പോൾ അല്ലാഹു തആല പറയാണ്, നിങ്ങൾ കിഴക്കിലേക്കോ പടിഞ്ഞാറിലേക്കോ തിരിഞ്ഞോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം, അള്ളാഹുവിനനുസരിച്ചോ ഇല്ലേ എന്നുള്ളതാണ്. എന്താണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശം? അതിപ്പോൾ ചിലപ്പോൾ പടിഞ്ഞാറായിരിക്കാം, വടക്കായിരിക്കാം, കിഴക്കായിരിക്കാം, തെക്കായിരിക്കാം. അതനുസരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇതാണ് ഈ രണ്ടാമത്തെ ജുസുഇൻ്റെ ആരംഭത്തിൽ കുറച്ച് ആയത്തുകളിലായിട്ട്, കുറച്ച് പേജുകളിലായിട്ട് പറയുന്ന സംഗതി. അതുമായി ബന്ധപ്പെട്ട് ഈമാനികമായ കാര്യങ്ങൾ പിന്നെ അവിടെ വിവരിക്കുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു തആല ദിക്റിനെ കുറിച്ച് പറയുന്ന വലിയൊരു സംഗതി ഇവിടെ കാണാം. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ദിക്ർ ചെയ്യണം, ഞാൻ നിങ്ങളെ ഓർക്കും. ഇതിനേക്കാൾ വലിയൊരു ഫളായിൽ ദിക്റിന് ആവശ്യമില്ല. നിങ്ങൾ എന്നെ ഓർക്കൂ, ഞാൻ നിങ്ങളെ ഓർക്കും. ഇന്ന് ആൾക്കാർ പേപ്പറിൽ ഫോട്ടോ വരാൻ വേണ്ടി ചാനലിൽ നമ്മളെ പറ്റിയൊരു വാർത്ത വന്നാൽ നമ്മൾ തന്നെ അത് ഫോർവേഡ് ചെയ്യും എല്ലാവർക്കും. മനസ്സിലായി, നമ്മളെ പറ്റിയൊരു വാർത്ത വന്നു,
അത് എന്തെങ്കിലും നല്ല പൊക്കി പറയുന്നതൊക്കെയാണെങ്കിൽ പിന്നെ പറയണ്ട, ആൾക്കാർക്ക് എന്തോ ഒരു ഇഷ്ടം അതൊക്കെ കേൾക്കാൻ. ഇത് അള്ളാഹു നമ്മൾ ഓർക്കും എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സംഗതി എന്താ ഉള്ളത്? ടി വിയിലല്ല, ചാനലില്ല, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു നമ്മൾ ഓർക്കും. ഓർക്കുക എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. അള്ളാഹു തന്നെ പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചിരുന്നൊരു ഹദീസിൽ കാണാം, അവൻ സ്വന്തമായിട്ട് എന്നെ ഓർത്താൽ ഞാൻ അവനെ സ്വന്തമായിട്ട് ഓർക്കും. ഒരു സദസ്സിൽ വെച്ച് എന്നെക്കുറിച്ച് പറഞ്ഞാൽ അതിനേക്കാൾ നല്ല സദസ്സിൽ അവനെക്കുറിച്ച് ഞാൻ പറയും. അപ്പോൾ നമ്മളൊരാളുടെ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സദസ്സിൽ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞാൽ അള്ളാഹു അതിനേക്കാൾ നല്ല സദസ്സിൽ നമ്മളെക്കുറിച്ച് പറയും. അപ്പോൾ വലിയ ശക്തിയുള്ള അമലാണ് ദിക്ർ. ദിക്ർ വലിയ ശക്തിയുള്ള അമലാണെന്ന് മാത്രമല്ല, എല്ലാ അമലുകളുടെയും ആത്മാവ് ദിക്റാണ്. മനസ്സറിഞ്ഞ് അള്ളാഹുവിൻ്റെ വളർമയും മഹാത്മ്യവും ഉൾക്കൊണ്ട് ചെയ്യുന്ന ദിക്ർ ദുആക്കളാണ് എല്ലാ അമലിൻ്റെയും അടിസ്ഥാനം. നമസ്കാരം, അഖിമി സ്വലാത്ത ലിദിക്രി, എൻ്റെ ദിക്റിനാണ് നമസ്കാരം. നോമ്പ് ലഅല്ലക്കും തത്തഖൂൻ. ഇനി ഹജ്ജിനെ പറ്റി പറയാൻ പോകുന്നുണ്ട്. ഹജ്ജിലുടനീളം ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം, മശ്അറുൽ ഹറാമിന് മുസ്ദലിഫിൻ്റെ അവിടെ ദിക്ർ ചെയ്യണം, തിരിച്ചു വരുമ്പോൾ ദിക്ർ ചെയ്യണം. അപ്പം ഖുറൈശികൾ നേരത്തെ പൂർവ്വപിതാക്കളെക്കുറിച്ച് പറയുമായിരുന്നു. ഖുറൈശികൾക്ക് രണ്ട് രീതി, അവർ ജനങ്ങളുമായിട്ട് മിങ്കിളാവില്ല. അപ്പോൾ സുമ്മ അഫീൽ മിൻ ഹൈസു അഫാൽ അന്നാസ്, ജനങ്ങൾ വരുന്നത് പോലെ നിങ്ങൾ വരണം. അപ്പോൾ അവർക്ക് നിൽക്കുന്ന അറഫയിൽ നിൽക്കുന്ന സ്ഥലം വേറെ, തിരിച്ചു വരുന്ന റൂട്ട് വേറെ. പിന്നെ അവരെ പറയും ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ അങ്ങനെയായിരുന്നു. അള്ളാഹു പറയാണ്, കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്ര, നിങ്ങൾ പൂർവ്വപിതാക്കളെയല്ല, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണം, അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ കുറിച്ച് ഓർക്കണം, ജനങ്ങൾ വരുന്നത് പോലെ നിങ്ങൾ വരണം. അപ്പോൾ ആ ആയത്തുകളിലും ഹജ്ജിനെക്കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിലും അവിടെയും ദിക്റാണ് ഹജ്ജിൻ്റെ ആത്മാവായിട്ട് വിവരിച്ചിട്ടുള്ളത്. നമുക്കറിയാലോ, ഇപ്പോൾ ഉംറയ്ക്ക് നമ്മൾ പോകും, ഹജ്ജിൻ്റെ മിനിയേച്ചറാണ് ഉംറ. ഉംറയിൽ ആകെ എന്താ ഉള്ളത്? ഇഹ്റാം, അത് എൻട്രിയാണ്, മുടി കളയുന്നത് എക്സിറ്റാണ്. പിന്നെ ആകെ രണ്ട് സാധനം നടുവിലുള്ളൂ, തവാഫും സഅയും മാത്രമേ ഉള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, തവാഫും സഅയും നിശ്ചയിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ദിക്ർ നിലനിർത്താൻ വേണ്ടിയാണ്. ഇന്നമാ ജുഇല തവാഫു വസ്സഅയു ലി ഇഖാമത്തി ദിക്രില്ലാ, ദിക്ർ നന്നായിട്ട് ദിക്ർ ചെയ്യാനും നല്ലോണം ദുആ ചെയ്യാനും വേണ്ടിയാണ് ഉംറ തന്നിട്ടുള്ളത്. അപ്പം എൻട്രി ഇഹ്റാം, എക്സിറ്റ് മുടികളിൽ, ആകെ രണ്ട് അമല നടുവിലുള്ളൂ, തവാഫും സഅയും. ഈ തവാഫിൻ്റെയും സഅയിൻ്റെയും ഉദ്ദേശം ഇഖാമത്തു ദിക്രില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. അപ്പം ഹജ്ജിലുടനീളം, ഇപ്പം ഈ സൂറത്തുൽ ബഖറയിൽ കാണാം, ഇനി സൂറത്തുൽ ഹജ്ജിലും കാണാം, ആവർത്തിച്ച് അള്ളാഹുവിൻ്റെ ദിക്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയും. അപ്പം മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ കേൾപ്പിക്കുന്നത് പോലെ നമ്മൾ ഖുർആൻ ഓതുക, നമ്മൾ തന്നെ കേൾക്കുന്ന ചെറിയ ശബ്ദത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് ദിക്ർ ചെയ്യുക, റുക്കൂയിലും സുജൂദിലുള്ള തസ്ബീഹുകൾ ആസ്വദിച്ചുകൊണ്ട് ചെയ്യുക. ഇതാണ് ദീനിൻ്റെ കാതലായിട്ടുള്ളൊരു ഭാഗം. എല്ലാ അമലുകളുടെയും അടിസ്ഥാനം ഈ ദിക്റാണ്. ഫദ്കുറൂനി അദ്കുറുക്കും. ശേഷം ഈ ഖിബലയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ തന്നെ ബാക്കി ഭാഗമായിട്ട് അവരോട് പറയാണ്, നിങ്ങൾ അള്ളാഹുവിനനുസരിക്കുന്നതിലാണ് നന്മ, തഖ്വയിലാണ് നന്മ. ഇവർക്ക് ഇങ്ങനത്തെ കുറേ കണക്കുണ്ട്. ഒന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി വേറെ കുറേ കണക്കുകളുണ്ട് ഈ മുശ്രിക്കുകൾക്ക്. അവർ ഹജ്ജ് കഴിഞ്ഞിട്ട് വരുമ്പോൾ വീട്ടിൻ്റെ പുറകു ഭാഗത്തൂടെ കയറും, കാരണം വരുമ്പോൾ മുൻഭാഗത്തൂടെ കയറാൻ പാടില്ല. അപ്പോൾ ഈ അന്ധവിശ്വാസങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറേ അനാചാരങ്ങൾ, ശിർക്കുപരമായ കാര്യങ്ങൾ ഉടലെടുക്കുകയും അത് ചിലപ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിലൊക്കെ വരാറുണ്ട്. അപ്പം അള്ളാഹു പറയാണ്, നിങ്ങൾ കിഴക്കോ പടിഞ്ഞാറോ തിരിഞ്ഞോ എന്നുള്ളതും, അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പം വീടിൻ്റെ പുറകിലൂടെ, അതല്ല, വഅ്തുൽ ബുയൂത മിൻ അബ്വാബിഹ, വീട്ടിൽ നിങ്ങൾ വാതിലൂടെ കയറിക്കുക, നേരെ വഴിക്ക് വരലാണ് ശരിയായ ദീൻ എന്നവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തലാഖിനെ കുറിച്ച് ധാരാളം മര്യാദകൾ പറഞ്ഞു. മര്യാദകളെല്ലാം വിവരിക്കൽ ഉദ്ദേശമല്ല, ദീനിൻ്റെ സത്യസന്ധത, ദീനിൻ്റെ അജയ്യത, ഖുർആൻ്റെ സമകാലികതയുടെ ഏറ്റവും വലിയ തെളിവാണിത്. ഏത് വേദഗ്രന്ഥത്തിലാണ് വിവാഹമോചനം നേരെ രീതിയിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? വിവാഹമോചനത്തെ പറ്റി പറഞ്ഞിട്ടില്ല പല ഗ്രന്ഥങ്ങളിലും. അപ്പോൾ മനുഷ്യൻ വിവാഹം ചെയ്യണം, നന്നായിട്ട് ജീവിക്കണം, ഒന്നിച്ചു പോകാൻ പ്രയാസമായിട്ട് വന്നാൽ പിരിയണം, ആ പിരിയുന്നത് മര്യാദപൂർവമായിരിക്കണം എന്ന് ഇത്രയും വിശദീകരിച്ച് ഏത് വേദഗ്രന്ഥത്തിലുള്ളത്? നിങ്ങൾ മധ്യസ്ഥത്തിന് ശ്രമം നടത്തണം. അതുപോലെ തന്നെ ഒറ്റയടിക്ക് പിരിയരുത്, ഘട്ടം ഘട്ടമായിട്ട് ആലോചിച്ച് വീണ്ടും ആലോചിച്ചിട്ട് വേണം പിരിയാൻ. ഒന്നിച്ച് ചേരാൻ സാധിക്കുമെങ്കിൽ അവരെ തന്നെ ചേർക്കണം. അവർ ചേരാൻ തയ്യാറാവുകയാണെങ്കിൽ മാതാപിതാക്കൾ അവരെ തടയരുത്, മറ്റ് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തടയരുത്. അവരെ ഉപദ്രവിക്കാൻ വേണ്ടി നിങ്ങൾ അവരെ കൂടെ നിർത്തരുത്. ഇനി പിരിയേണ്ട ഒരു സാഹചര്യം വന്നാൽ മാന്യമായിട്ട് തസ്രീഹും ബി ഇഹ്സാൻ ആയിരിക്കണം. വല തൻസവുൽ ഫദ്ല ബൈനക്കും, നിങ്ങൾ തമ്മിലുള്ള പഴയ ബന്ധവും സ്നേഹവും മറന്നു പോകരുത്. ഇന്ന് അഭ്യസ്ത വിദ്യർ പോലും, അതുപോലെ തന്നെ സംസ്കാരമുള്ളവർ പോലും പലപ്പോഴും വിവാഹമോചനത്തിലേക്ക് എത്തുമ്പം ഒരു മര്യാദയും പാലിക്കാതെ പിരിയുന്ന സ്ഥലത്താണ് എത്രയോ നൂറ്റാണ്ട് മുമ്പ് മാന്യമായിട്ട് പിരിയണമെന്ന് ദീന് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഖുർആനിൻ്റെ എത്രയോ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ജുസ്ഇൻ്റെ 13 മുതൽ ഒരു 18ാമത്തെ പേജ് വരെ പല ആയത്തുകളിലായിട്ട് അല്ലാഹു തആല, അല്ല ഏകദേശം 5 പേജിലായിട്ട്. പിന്നെ അവസാന ഭാഗത്ത്
ഈ പറഞ്ഞ സംഭവം ഞാൻ നേരത്തെ പറയാം, ഫലസ്തീനോട് സാദൃശ്യമായ സംഭവം അതിൻ്റെ ചുരുക്കി പറയാം. ഒരു സംഘത്തെ അടിച്ചമർത്തി ജാലൂത്ത് എന്ന് പറയുന്ന, ഗോലിയാത്ത് എന്ന് പറയുന്ന അക്രമി, അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ അവരാഗ്രഹിച്ചു, അള്ളാഹു ഞങ്ങൾക്കൊരു നേതാവിനെ നിയോഗിച്ചാലും ഞങ്ങൾ അവരെ തിരിച്ചടിക്കാം. നേതാവിന് അള്ളാഹു നിയോഗിച്ചു കൊടുത്തു. അള്ളാഹു പറയാണ്, യുദ്ധം നിർബന്ധമായപ്പോൾ നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ആവേശത്തിൽ പ്രസംഗിക്കുന്നില്ല, അത്ര എളുപ്പമല്ല യുദ്ധം ചെയ്യല്ലേ. ഒരു യുദ്ധം വന്നു, ഒരൊറ്റ ബോംബ് വീണ് കഴിഞ്ഞാൽ തിരിയും എന്താ പ്രയാസം എന്നുള്ളത്. പറയുന്ന അത്ര വൈകുന്നേരം സിന്ദാബാദ് വിളിക്കുന്ന അത്ര പണി എളുപ്പമുള്ള പണിയല്ലേ ഇത്. അപ്പോൾ അവരാഗ്രഹിച്ചു. അള്ളാഹു പറയാണ്, നിയമമാക്കിയപ്പോൾ ആരെയും കാണുന്നില്ല, നിർബന്ധമാക്കിയപ്പോൾ ആരും കാണുന്നില്ല, കുറേ ആൾക്കാർ പിന്തിരിഞ്ഞ് പോയി. അപ്പോൾ ആദ്യം തന്നെ ഇത് കേട്ടപ്പോൾ തന്നെ പിന്തിരിഞ്ഞ് കുറേ ആൾക്കാർ പോയി. ഇനി അടുത്ത നേതാവിനെ നിയോഗിച്ചപ്പോൾ അടുത്ത കുറേ ആൾക്കാർ പോയി. ആരാ നേതാവ്? താലൂത്ത് മലിക്ക. താലൂത്താണ് നേതാവ്. അപ്പം ഇന്നും ഖുർആൻ എല്ലാവരുടെയും മനസ്ഥിതി വിവരിക്കുന്നുണ്ട്. അന്നത്തെ കാലത്തെ പണക്കാർ പറഞ്ഞു, താലൂത്തിനെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇന്നും പണക്കാർക്ക് ദീനി നേതൃത്വത്തെ അംഗീകരിക്കാൻ പ്രയാസമാണ്, അഭ്യസ്ത വിദ്യർക്കും പണക്കാർക്കും. അവർ പറഞ്ഞു, അന്ന യകൂനു ലഹുൽ മുൽക്കു അലൈന വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു വലം യുഅത സഅതൻ മിനൽ മാൽ. ഇദ്ദേഹത്തിന് എങ്ങനെ അധികാരം കൊടുക്കും? ഞങ്ങൾക്കല്ല അർഹത, ഞങ്ങൾക്കല്ല പണമുള്ളത്, ഞങ്ങളല്ലേ ഇതിനെ ബന്ധപ്പെട്ടവർ. അള്ളാഹു പറയാണ്, അദ്ദേഹത്തിന് അള്ളാഹു ഇൽമു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ യുദ്ധത്തിനാണ് പോകുന്നത്, അള്ളാഹു തന്നെ അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്നും ദീനി നേതൃത്വം അംഗീകരിക്കാൻ പണക്കാർക്ക്, അഭ്യസ്ത വിദ്യർക്ക് അല്ലെങ്കിൽ പണക്കാർക്ക് പ്രയാസമാണ്. രണ്ടാമത്തെ സംഗതി, ഇന്നും നമുക്ക് കാണാം ഇസ്ലാമിക പോരാളികളെ ഈ രാജാക്കന്മാരും അവരുടെ ആളുകൾക്കും അംഗീകരിക്കാൻ പ്രയാസമാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടം അത് കഴിഞ്ഞു. പിന്നെ അവർ യാത്ര ചെയ്യുമ്പോൾ അല്ലാഹു തആല അവരുടെ തഖ്വ പരീക്ഷിച്ചു. മുമ്പിൽ നദി, നല്ല ദാഹം, പക്ഷേ വെള്ളം കുടിക്കരുത്, വേണമെങ്കിൽ ഒരൊറ്റ കോരൽ കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ആരും കാണാതെ അവന് 2-3 കോരൽ കുടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ പലരും കയറി കുടിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചവർ മനഃശക്തിയോടുകൂടി ആ സൈന്യത്തെ നേരിട്ടു. നല്ലോണം വെള്ളം കുടിച്ചവർ പറഞ്ഞു, ഈ ജാലൂത്തിനൊക്കെ നമ്മൾ എങ്ങനെ നേരിടും? അപ്പം അമല് കുറഞ്ഞ ആളുകളുടെ ഹിമ്മത്ത് കുറഞ്ഞു പോകും. അള്ളാഹുമായുള്ള നമ്മളുടെ ബന്ധം കുറഞ്ഞു പോയാൽ നമ്മളുടെ ഹിമ്മത്ത്, ശക്തി കുറഞ്ഞു പോകും. ശരിക്കും വെള്ളം കുടിച്ചവർക്കല്ല ആരോഗ്യം ഉണ്ടാകേണ്ടത്. വെള്ളം കുടിച്ചവർ പറയണത് ലാ താഖത ലൽ യൗമ ബി ജാലൂത വജുനദ്, നമുക്ക് കയ്യിലെ ഇദ്ദേഹത്തെ നേരിടാൻ. അപ്പം ഇങ്ങനെയുള്ള ഘട്ടം വന്നു കഴിഞ്ഞാൽ ഈമാനില്ലാത്തവർ പതറിപ്പോകും. എന്നാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് ഉറപ്പുള്ളവർ പറഞ്ഞു, എത്ര ചെറിയ ചെറിയ സംഘങ്ങൾ വലിയ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം അവർ ദുആ ചെയ്തു. അപ്പം ഈ പറയുന്ന അർഹമായ നേതൃത്വം, അതുപോലെ തഖ്വ, ദുആ ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ സംഘങ്ങൾക്ക് വലിയ സംഘങ്ങൾ നേരിടാൻ പറ്റുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ മറ്റ് വേദഗ്രന്ഥങ്ങളിൽ കാണാം. ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ അവരെ പരാജയപ്പെടുത്തുകയും ദാവൂദ് ജാലൂത്തിനെ വധിക്കുകയും ചെയ്തു. ഡേവിഡ് ആൻഡ് ഗോലിയാത്ത് എല്ലാ വിശ്വാസക്കാരും അംഗീകരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഇന്നത്തെ ഇസ്രായേലിലെ ജൂതന്മാർ പറയുന്നുണ്ടെന്ത്, ഞങ്ങൾ ഗോലിയാത്തിൻ്റെ കൂടെ ഞങ്ങളില്ല. കാരണം അവർക്കറിയാം ഇസ്രായേലിൽ നിന്ന് കറക്റ്റാണ് ജാലൂത്തിൻ്റെ സ്ഥാനത്താണുള്ളത്. ഉറപ്പായിട്ടൊരു താലൂത്ത് വരാനുണ്ട്. ആ താലൂത്ത് വരാനുള്ളത് കൊണ്ടാണ് അല്ലാഹു തആല ഇത്രയും വലിയ പ്രാധാന്യത്തോടു കൂടെ സൂറത്തുൽ ബഖറൻ്റെ മർമ്മസ്ഥലത്ത് ഈ സംഭവം വിവരിച്ചിട്ടുള്ളത്. ഇങ്ങനൊരു സംഭവം ഇനി നടക്കാനുണ്ട്. എല്ലാ കാലത്തും മർദ്ദിതർക്കുള്ള ഒരു ഗുണപാഠമാണ് ഈ സംഭവം. അതുപോലെ പിന്നെ ഒറ്റൊറ്റ കാര്യങ്ങളായിട്ട് ചില സംഗതികൾ പറയുന്നുണ്ട്. ഒന്ന്, നോമ്പിനെക്കുറിച്ച് പറയുമ്പം നോമ്പ് തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. 1.5 പേജ് നോമ്പ്, ഖുർആൻ, ദുആ, ഇഅ്തികാഫിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ റമദാൻ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനുള്ളത് തറാവീഹും സദഖയാണ്. തറാവീഹിനെ കുറിച്ച് ഹദീസുകളിൽ പരാമർശമുണ്ട്. ഈ ഖുർആൻ ഓതി നിസ്കരിക്കാനാണ് തറാവീഹ് ഉള്ളത്. അതുപോലെ കൈക്കൂലിയെക്കുറിച്ച് കാണാം. നിങ്ങൾ നിങ്ങളുടെ സമ്പത്തുമായിട്ട് അക്രമികളെ അന്യായമായി സമീപിക്കുകയും മറ്റുള്ളവരുടെ സമ്പത്ത് കവരുകയും ചെയ്യരുത്. അപ്പം പ്രാക്ടിക്കലായിട്ട് അറിയാൻ വേണ്ടി പറയാം, കൈക്കൂലി ഒരു കാലത്തും ഒരു നിലക്കും വാങ്ങാൻ പാടില്ല. എന്നാൽ നമുക്ക് ന്യായമായ സംഗതികൾ നേടിയെടുക്കാൻ വേണ്ടി ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അന്യായമായിട്ട് നേടിയെടുക്കാൻ വേണ്ടിയല്ല, വേറെ ആൾക്കാരുടേത് മറികടന്നുകൊണ്ട് നേടിയെടുക്കാൻ വേണ്ടിയല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാം, ഒരു ലൈസൻസ് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. അത് കൈകാര്യം ചെയ്യുന്ന അതോറിറ്റി ഒരു 200 രൂപ വാങ്ങുന്ന ശീലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട ലൈസൻസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകും. നേരെ മറിച്ച് ഒരു കടമുറി വാടകയ്ക്ക് ലീസിന് കിട്ടാനുണ്ട്, അത് അർഹതപ്പെട്ട വേറൊരാളുണ്ട്, അതിനെ മറികടക്കാൻ വേണ്ടി നിങ്ങൾ കൊടുത്തത് വാങ്ങുകയാണെങ്കിൽ അത് തെറ്റായിരിക്കും. അപ്പോൾ അർഹതപ്പെട്ടത് വാങ്ങാൻ, ഇപ്പോൾ എത്രയോ സ്ഥലത്ത് പള്ളിക്ക് പ്ലാൻ പാസ്സാണെങ്കിൽ തന്നെ പൈസ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു നിലക്കും വാങ്ങാൻ പാടില്ല, അന്യായമായത് കിട്ടാൻ വേണ്ടി കൊടുക്കാനും പാടില്ല. ന്യായമായത് അർഹതപ്പെട്ടത് തടഞ്ഞു വെക്കുമ്പം അത് കിട്ടാൻ വേണ്ടി ചില സമയത്ത് കൊടുക്കേണ്ടി വന്നേക്കാം. അതിന് അനുവാദമുണ്ട്. ഇതാണ്
ഇതുപോലത്തെ ഒരുപാട് സംഗതികളാണ് സൂറത്തുൽ ബഖറയിൽ 2-ാമത്തെ ജുസുവിൽ വിവരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒന്ന് ഖിബില മാറ്റം, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഈമാൻ്റെ തഖ്വയുടെ പാഠങ്ങൾ, പിന്നെ നോമ്പിനെക്കുറിച്ചുള്ള പരാമർശം, ശേഷം ഹജ്ജ്, പിന്നെ തലാഖിൻ്റെ ചില മര്യാദകൾ, പിന്നെ അതിനിടയിൽ ചില ചെറിയ ചെറിയ സംഗതികൾ ഒറ്റൊറ്റ ആയത്തിലായിട്ട്, ചെറിയ സംഗതി എന്ന് പറഞ്ഞാൽ സംഗതി ചെറുതെന്നല്ല കേട്ടോ, ഒറ്റൊറ്റ ആയത്തുകളിലായിട്ട് പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ചെലവഴിക്കേണ്ടത് അവർ ചോദിക്കുന്നു. എന്താണോ നിങ്ങളുടെ ആവശ്യം അത് കഴിഞ്ഞ് മുഴുവനും ചെലവഴിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അത് ആവശ്യം കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുക? ഒരു ബുദ്ധിമാൻ എന്ത് ചെയ്യും? ആദ്യം സേവ് ചെയ്തിട്ട് ബാക്കി ചിലവഴിക്കണമെന്ന് ശരിക്കും പറയല്ലേ. അപ്പോൾ എന്തിനാണ് സേവ് ചെയ്യുന്നത്? ദുനിയാവിൽ നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇതേപോലെ തന്നെ ആഖിറത്തിലേക്ക് സേവ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അവർ ചോദിക്കുന്നു എന്താണ് ചിലവഴിക്കേണ്ടത്? നബിയെ പറയാം, ആവശ്യം കഴിഞ്ഞ് എന്താണുള്ളത് അതൊക്കെ അവരുടെ നാളത്തെ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ശുക്രൻ ജസാക്കുമുല്ലാഹ് ഖൈറൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹു കൂടി തന്നെ നീ സാലിഹായ അമല സ്വീകരിക്കണം പഠിച്ചവനെ. അല്ലാഹു നിൻ്റെ കിതാബിനെ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് തരണം പഠിച്ചവനെ. അല്ലാഹു ഖുർആൻ പാരായണം ചെയ്താൽ നാവുകൾക്ക് എളുപ്പമാകും പഠിച്ചവൻ. അല്ലാഹു ഞങ്ങൾക്ക് നീ ഖുർആൻ ഓതൽ എളുപ്പമാക്കി തരണം പഠിച്ചവനെ. ഒട്ടകം കയറൂരി പോകുന്നത് പോലെ ഹൃദയങ്ങളിൽ നിന്നും ഖുർആൻ ഊരിപ്പോകും പഠിച്ചവനെ. ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഖുർആൻ ഉറപ്പിച്ച് നിർത്തണം പഠിച്ചവനെ. ഈ പള്ളിയെ നീ സ്വീകരിക്കണം പഠിച്ചവനെ. അവിടെ നമസ്കരിക്കാൻ വരുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ നീ സ്വീകരിക്കണം പഠിച്ചവനെ. അവരുടെ മുഴുവൻ ആവശ്യങ്ങളും നീ പൂർത്തിയാക്കണം പഠിച്ചവനെ. അല്ലാഹു ഞങ്ങളുടെ ദർസിൽ അല്ലാഹു ദൂര സ്ഥലത്ത് നിന്നും എത്രയോ ആളുകൾ പങ്കെടുക്കുന്നുണ്ട് പഠിച്ചവനെ. അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യണം പഠിച്ചവനെ. ശരിയായ രീതിയിൽ ഖുർആൻ പഠിക്കാൻ, നിന്നിലേക്ക് അടുക്കാൻ, അമൽ ചെയ്യാൻ അല്ലാഹു ഈ ദർശനം നീ കാരണമാക്കണം പഠിച്ചവനെ. അല്ലാഹു ഈ പള്ളിയെ നീ ഖബൂൽ ചെയ്ത് ഇതിനെ ഈമാനിൻ്റെ അമലുകളുടെ മർക്കസാക്കണം പഠിച്ചവനെ. ഈ നാട്ടിലേക്ക് മുഴുവൻ അല്ലാഹു ഈ രാജ്യത്തേക്ക് മുഴുവൻ ജനങ്ങൾക്ക് ഹിദായത്ത് കിട്ടുന്നതിന് നീ കാരണമാക്കണം പഠിച്ചവനെ. എല്ലാ കാര്യങ്ങളും നീ നന്നാക്കണം പഠിച്ചവനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا رب.